ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമുക്കിവിടെ കുറച്ച് പച്ചമുളക് തൈ നടാൻ വേണ്ടിയിട്ട് നേരാക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെടി ഞാൻ ഇത് നോമ്പിന് കൊണ്ടുവന്ന് മുളകിൻ്റെ വിത്ത് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ നല്ല മുളച്ച് ചെടിയായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പിരിച്ച് നടാം. അപ്പോൾ വീട്ടിലേക്ക് പോകുമ്പോൾ കുറച്ച് തൈ കൊണ്ടുപോകണം. അപ്പോൾ നമുക്ക് ആദ്യം നട്ടിട്ട് വേണം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഉമ്മ എപ്പോഴും പറയും നമ്മൾ എന്ത് നടുകയാണെങ്കിലും നമ്മൾ ആദ്യം നട്ടിട്ട് വേണം ആർക്കെങ്കിലും കൊടുക്കാൻ, അല്ലെങ്കിൽ നമുക്ക് അതങ്ങനെ വിത്തായിട്ട് പോകുമെന്ന് പറയും കേട്ടോ. അപ്പോൾ എനിക്ക് ഉമ്മാക്ക് തന്നെയാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ ആദ്യം എന്നാൽ കുറച്ച് തൈകളൂടെ പറിച്ച് നടാൻ എന്നിട്ട് കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ചെടികളൊക്കെ നടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ആദ്യം ഇവിടെ മുളച്ചത് കുറേ ആയി നട്ടിട്ടോ. ഓരോരോ ചെടി ഇങ്ങനെ മുളച്ചത് അങ്ങനെ പറിച്ച് വെച്ചതാണ്. ഇപ്പോഴും അതൊന്നും ആയിട്ടില്ല. എനിക്ക് തോന്നുന്നു അതിൻ്റെ കൂടെ ഒറ്റ തൈ മാത്രം വെച്ചതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ച കൂട്ടത്തിൽ ഞാൻ 2 തൈയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് വൈകുന്നേരത്തേക്ക് ഒരു ഡ്രിങ്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇത് കൂവപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ കൂവപ്പൊടിയൊക്കെ കുറേ നാളായി വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഉമ്മ വീട്ടിലുണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ചൂടൊക്കെ അല്ലേ വെള്ളം കലക്കി കുടിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ട് അത് എടുത്ത് ഉപയോഗിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ യൂട്യൂബിൽ അപ്പോൾ ഇങ്ങനെ വെള്ളം നോമ്പ് തുറക്കുമ്പോഴേക്ക് ഉണ്ടാക്കുന്നതൊക്കെ കണ്ടപ്പോൾ അങ്ങനെ ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ കുടിക്കാനൊക്കെ. അപ്പോൾ 2 സ്പൂൺ പൊടിയേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നല്ലൊന്ന് കട്ടയില്ലാതെ ഉടച്ച് എടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് കുറുക്കിയെടുക്കാം കേട്ടോ. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ അടി പിടിച്ച് പോകും. അപ്പോൾ കൈയെടുക്കാതെ ഇളക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വെയിൽ ഉള്ള ടൈമിലൊക്കെ ഈ ഇതുപോലെ തന്നെ കുറുക്കിയിട്ട് ഇനിയിപ്പോൾ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നല്ല തിളച്ച വെള്ളത്തേക്ക് 1 സ്പൂൺ പൊടി ഇട്ടിട്ട് നല്ലൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ കഞ്ഞിവെള്ളം പോലെ ആവും. അപ്പോൾ ഇതിൽക്കൊരു തരി ഉപ്പിട്ടിട്ട് കുടിക്കുകയാണെങ്കിൽ ചൂടിനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നല്ല കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ചൂടിൽ തന്നെ പഞ്ചസാര ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിന് അധികം സാധനത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. കുറച്ച് മിൽക്ക് മെയ്ഡും പിന്നെ കുറച്ച് കസ്കസും മാത്രം മതി കേട്ടോ, പഞ്ചസാരയും. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ എടുക്കാൻ പറ്റും. പിന്നെ കുറച്ച് ജൗവരി വേവിച്ചിട്ട് ഫസ്റ്റ് ഉണ്ടാക്കിയതിൽ ഇട്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് വന്നിട്ട് കസ്കസ് മേലെ നിൽക്കുന്ന പോലെ നിൽക്കുന്നില്ല കേട്ടോ. അടിയിൽ ഊറി നിൽക്കണം. അപ്പോൾ നമുക്ക് വെള്ളം കുടിക്കുമ്പോഴൊന്നും അങ്ങനെ കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം അത് ഇട്ടിട്ടില്ല. അപ്പോൾ നല്ലപോലെ ഒന്ന് പഞ്ചസാരയും മിൽക്ക് മെയ്ഡും കൂടി ഒന്ന് നല്ലൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ലാസ്റ്റ് കുറച്ച് കസ്കസ് കുതിർത്തിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.